നമ്മൾ ഐഫോണിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ. ഈ സെറ്റിംഗ്സുകൾ നിങ്ങളുടെ ഫോണിൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്ന വഴി നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രൈവസി, ബാറ്ററി ലൈഫ്, അതുപോലെ പെർഫോമൻസ്, ഇതിനെയൊക്കെ ഡെഫിനറ്റ് ആയിട്ടും ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഓരോ സെറ്റിംഗ്സുകളെ പറ്റി സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നുകൂടെ പറയുന്നുണ്ട്. അതുപോലെ iOS 26-ലും 26.1-ലും ആപ്പിൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സുകളെ പറ്റി ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ ചാനലാണ്, ഞാൻ വീഡിയോ ചെയ്ത് ഒരുപാട് പരിചയമുള്ള ആളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ തോന്നുവാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇത്തരം കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബോണസ് ടിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ വീട്ടിലെ ക്ലോക്കിൻ്റെ ഒക്കെ ടൈം നമ്മൾ സാധാരണ ഇതിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഏർലിയറായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നേരത്തെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഇറങ്ങാനായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഐഫോണിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കിനും പ്രോപ്പറായിട്ടുള്ള ടൈം മാത്രമേ ഷോ ചെയ്തുള്ളൂ. കാരണം ടൈം സോൺ ബേസ് ചെയ്തിട്ടാണ് ഐഫോണിൽ ടൈം ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിനകത്ത് മുന്നോട്ടോ പുറകോട്ടോ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ചെറിയൊരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം കുറച്ചൊരു 5 മിനിറ്റത്തേക്കൊക്കെ മുന്നിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സെറ്റിംഗ്സിലേക്കും വീഡിയോയിലേക്കൊക്കെ പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന് സെർച്ച് ചെയ്ത് ആ ഒരു ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഏതൊരു സെറ്റിംഗ്സും നമുക്ക് എവിടെയാണ് അതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു സെറ്റിംഗ്സും നമുക്ക് അങ്ങനെ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ ടൈം സോൺ ബേസ് ചെയ്തിട്ട് 8:08 എന്നുള്ളൊരു ടൈമാണ് ഇപ്പം എൻ്റെ ആപ്പിൾ വാച്ചിലും അതേപോലെ തന്നെ എൻ്റെ ഐഫോണിലും ഷോ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ സെറ്റ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള രീതിയിൽ ആ ടൈം സോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റും ടൈമും കാണാൻ പറ്റും. ആ ടൈമിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് 1, 2, 3 മിനിറ്റുകൾ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റും. ഇപ്പോൾ 8:13 എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഇപ്പോൾ ഓൾറെഡി ടൈം മാറി. അതിനുശേഷം എൻ്റെ വാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ ആ 8:13 എന്നുള്ള രീതിയിലേക്ക് ടൈം കുറച്ച് ഹെഡായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ടൈം ഹെഡാക്കി കീപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എബ്രോഡിലേക്കൊക്കെ ട്രാവൽ ചെയ്ത് ടൈം സോൺ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രം മതി. അവിടുത്തെ ലോക്കൽ ടൈമിലേക്ക് നിങ്ങൾക്ക് പഴയപോലെ തന്നെ തിരിച്ചെത്താൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ സെറ്റിംഗ്സിലേക്കും അതേപോലെ നിങ്ങൾ ഐഫോണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് സെറ്റിംഗ്സിനെ പറ്റിയാണ്. സെറ്റിംഗ്സ് ടാബിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടുന്ന് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നൊരു ടാബ് കാണാൻ പറ്റും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഇപ്പം കറൻ്റ് ഇത് ഓഫായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലോക്ക് ചെയ്തൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഫേസ് ഐ ഡി ട്രൈ ചെയ്തു. സെക്കൻഡ് ടൈമിൽ ഫേസ് ഐ ഡി ട്രൈ ചെയ്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുന്ന ഒരു ഫോണിൽ ഹിഡൻ ആപ്ലിക്കേഷനെ നമുക്ക് ഇതുപോലെ പാസ്വേഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഹിഡൻ ആപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു. അപ്പം മുകളിൽ ഫേസ് ഐ ഡി ചോദിച്ചു. ഇനിയിപ്പോൾ വീണ്ടും സെക്കൻഡ് ടൈം ഒന്നുകൂടി ട്രൈ ചെയ്യുകയും കൊടുത്തു. ആ ഒരു സമയത്തിന് ശേഷം നമുക്ക് പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹിഡൻ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. എൻ്റെ അത് ഹിഡൻ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്. പക്ഷേ ഓൾറെഡി നമുക്ക് ഹിഡൻ ആപ്ലിക്കേഷൻ ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ഞാൻ ഹിഡൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. സെക്കൻഡ് ടൈമും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫേസ് ഐ ഡി തന്നെ വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഫേസ് ഐ ഡി ഇല്ലാതെ ഒരിക്കലും നമുക്ക് പാസ്വേഡ് ഒന്നും ഉപയോഗിച്ച് ഒരാൾക്കും ആ ഒരു ഹിഡൻ ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം വീണ്ടും നമ്മുടെ ഫേസ് ഐ ഡി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരിക്കലും അവർക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് ആപ്ലിക്കേഷനുള്ളിലേക്ക് കയറാൻ സാധിക്കത്തില്ല. ശരിക്കും ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ്റെ ഒരു ഉപകാരം ഇതൊന്നുമല്ല. ശരിക്കും എൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫോൺ എവിടെയും കാണാതൊക്കെ പോകുകയാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ 1, 2 മണിക്കൂറത്തേക്ക് ഒരു സെക്യൂരിറ്റി ഡിലേ കൊടുക്കാണ്ട് പറ്റും. അപ്പോൾ അവർക്ക് അതിന് ശേഷം മാത്രമേ അവർ ഫോർമാറ്റ് ചെയ്യാനും ഫോണിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളിൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനും ഒക്കെയുള്ള സമയം നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തൊരു സെറ്റിംഗ്സ് നമുക്ക് അതിൻ്റെ തൊട്ടുമുകളിൽ തന്നെ കിടക്കുന്നതാണ് 26.1-ൽ ആപ്പിൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ഫോണിൽ ആപ്പിൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ചാൽ മാത്രമേ ആപ്പിളിന് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഫോൺ അൺലോക്ക് ആയിരിക്കുന്ന സമയത്ത് മാത്രം വയേർഡ് കണക്ഷൻസ് അലോ ചെയ്യുന്നൊരു ഓപ്ഷൻ അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മൾ ഓൾവേസ് അലോ എന്ന ഓപ്ഷനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ അൺലോക്ക് ആയില്ലെങ്കിൽ കൂടി നമ്മുടെ ഫോൺ എവിടെ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ
അവർക്ക് ബാക്കപ്പ് ചെയ്ത് മറ്റൊരു ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അത് ഒഴിവാക്കാനായിട്ട് ഇതും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ സെറ്റിംഗ്സുകളെല്ലാം തന്നെ നമ്മുടെ ഫോണിൽ മോസ്റ്റ്ലി പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ടാബിൽ തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഐഫോൺ നമ്മളോട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ആദ്യത്തെ ഓപ്ഷനുള്ള ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കാറുള്ളത്. അറിയാതെ നമ്മൾ അലോ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബാറ്ററി കൺസംഷൻ കൂടും. അതേപോലെ തന്നെ നമ്മുടെ പ്രൈവസിക്ക് അതൊരു പ്രശ്നമാണ്. നമ്മൾ ഒരു ആപ്ലിക്കേഷനും ട്രാക്ക് ചെയ്യുന്നത് അലോ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കേണ്ട കാര്യം തന്നെയില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസേബിൾ ചെയ്യുക. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ടാബിൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ടാബ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് 2 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മീൻസ് തന്നെ 2 ആപ്ലിക്കേഷനുകൾ ഇപ്പം ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ്, ഫ്ലിപ്കാർട്ട്, ഇത് രണ്ടുമാണ് ഇനിയിപ്പം കറൻലി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിൽ കാണുന്ന അലോ ആപ്പ് ടു റിക്വസ്റ്റ് ടു ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ പൂർണ്ണമായിട്ടും ഡിസേബിൾ ചെയ്തേക്കുക. നിങ്ങളിപ്പം കറൻലി ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലോ ആപ്സ് ടു കണ്ടിന്യൂ ട്രാക്കിംഗ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ആസ്ക് ആപ്പ് ടു സ്റ്റോപ്പ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് പൂർണ്ണമായിട്ടും ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തേക്കുക. ഇനി പ്രൈവസി ടാബിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സെക്ഷൻ ലൊക്കേഷൻ സർവീസസ് ആണ്. ഇത് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രോപ്പറായിട്ട് കസ്റ്റമൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാറ്ററി നമുക്കിവിടെ ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. ലൊക്കേഷൻ സർവീസസിന്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഓരോ ആപ്ലിക്കേഷനുകളും നമ്മുടെ ലൊക്കേഷൻ, ഫോണിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ ഞാനിവിടെ ഓൾവേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വാട്സപ്പിന് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് ഡീറ്റെയിൽസ് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഏറ്റവും ടോപ്പിൽ നെവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷന് ലൊക്കേഷൻ ആക്സസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യുക. ഇനി ഒരു ആപ്ലിക്കേഷന് ലൊക്കേഷൻ ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള വൈൽ യൂസിങ് ആപ്പ് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രം ലൊക്കേഷൻ ആക്സസ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണത്. അടുത്ത ഓപ്ഷൻ ഓൾവേസ് എന്നുള്ളതാണ്. എല്ലാ സമയത്തും നമ്മുടെ ലൊക്കേഷൻ ആ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. പിന്നെ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും ഏറ്റവും ബോട്ടം സൈഡിൽ കിടന്ന പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ ബാറ്ററി പവർ പ്രിസൈസ് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് ഐഫോൺ എടുക്കുന്നതാണ്. അതുകൊണ്ട് അത് ഡിസേബിൾ ചെയ്ത് വെക്കുക. പ്രിസൈസ് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമെന്ന് അത്യാവശ്യമുള്ള ആപ്ലിക്കേഷനുകൾക്ക് മാത്രം അത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഈ രീതിയിൽ ഓരോ ആപ്ലിക്കേഷനുകളുടെയും ആവശ്യത്തിനനുസരിച്ച് ലൊക്കേഷൻ പെർമിഷൻ ഒക്കെ കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി ഒരുപാട് സേവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ബാറ്ററി ഒരുപാട് സേവ് ചെയ്യാനായിട്ട് ലൊക്കേഷൻ സർവീസസ് പൂർണ്ണമായിട്ട് ഒരിക്കലും നമ്മൾ ടേൺ ഓഫ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഫോൺ എവിടെയെങ്കിലും മിസ്സാകുകയാണെങ്കിൽ നമ്മുടെ ഫോൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ലൊക്കേഷൻ സർവീസ് എനേബിൾ ആക്കി ഇരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വൈഫൈയും ബ്ലൂടൂത്ത്. കാരണം ഈ 3 സർവീസസ് ഉപയോഗിച്ചാണ് നമുക്ക് ഫൈൻഡ് മേയിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഫോണിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ ബ്ലൂടൂത്ത്, അതുപോലെ വൈഫൈ, ലൊക്കേഷൻ സർവീസസ് ഇത് 3 ഒറ്റ ക്ലിക്കിൽ ടേൺ ഓഫ് ചെയ്യാനുള്ള ടൂളുകൾ നമുക്ക് ആപ്പിൾ തരാത്തത്. ഈ 3 സർവീസസ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ മസ്റ്റായിട്ടും എനേബിൾ ആക്കി തന്നെ വെക്കുക. അതേപോലെ തന്നെ ലൊക്കേഷൻ സർവീസസ് ഒന്ന് കസ്റ്റമൈസ് കൊണ്ട് ചെയ്തേക്കാം. ഇത്തരത്തിൽ നമ്മൾ ഐഫോൺ മിസ്സാതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സ് ആണ് നമ്മുടെ ഐഫോണിലെ ഫൈൻഡ് മീ എന്ന് പറയുന്ന സെറ്റിംഗ്സ്. നമ്മൾ എല്ലാവരുടെ ഫോണിലും മിക്കപ്പോഴും ഇത് എനേബിൾ ആക്കി തന്നെയായിരിക്കും വെച്ചിരിക്കുക. ഇവിടെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മൾ മസ്റ്റായിട്ട് എനേബിൾ വെച്ചിരിക്കേണ്ട വേറെ സെറ്റിംഗ്സും ഉണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ ആപ്പിൾ അക്കൗണ്ട് സെക്ഷനിലേക്ക് വരാം. അവിടുന്ന് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈൻഡ് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ എല്ലാവരും തന്നെ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ തന്നെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് സെൻഡ് ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കാരണം നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും മിസ്സാവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുക ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഏറ്റവും ക്രിട്ടിക്കൽ ലെവലിലേക്ക് ലോ ആകുന്ന സമയത്ത് നമ്മുടെ ഒരു ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് മീയിലേക്ക് ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ചാൽ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് നമുക്ക് ഫോൺ ആപ്ലിക്കേഷനെ സംബന്ധിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. നിങ്ങൾ ഒരുപാട് നോയ്സ് ഉള്ള ഏരിയയിൽ നിന്നൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് റിസീവർക്ക് കേൾക്കാനായിട്ട് നമുക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടോപ്പിൽ നിന്ന് ആ ഒരു കൺട്രോൾ സെൻറ്റർ ഇതുപോലെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഒരു യെല്ലോ കളറിൽ ഒരു മെനു കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ വോയിസ് ഐസൊലേഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇതൊന്ന് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നോയ്സ് ഉള്ള ഏരിയയിൽ നിന്ന് കോൾ ചെയ്താലും റിസീവർക്ക് നമ്മുടെ വോയിസ് മാത്രമായിട്ട് പ്രോപ്പറായിട്ട് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് നോയ്സ് ഉള്ള ഏരിയയിൽ നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റിംഗ്സ് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. നമ്മുടെ ഐഫോണിൽ നമ്മളെല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ആപ്ലിക്കേഷനിലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്ന വഴി കുറച്ചും കൂടെ നമുക്ക് ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഏറെ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അവിടെ നിന്ന് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷനുകളിലെ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിലേക്ക് വരാൻ പറ്റും. അവിടെ നമുക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും തുടക്കത്തിൽ കാണുന്ന ആ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ അല്ലേ, അതങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇത് ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാര്യം, ഓരോ തവണയും നമുക്ക് ഫോൺ ഓഫായിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ലോക്ക് സ്ക്രീൻ കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ആയിട്ട് നിൽക്കും. ഒരു 15 സെക്കൻഡ്സോളം വരുന്നത്. ഇങ്ങനെ കുറേ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ലോക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് ഓരോ തവണയും സ്ക്രീൻ വെയിറ്റ് ആണ്. അതിനോടനുസരിച്ച് നമ്മുടെ സ്ക്രീൻ ഓൺ ടൈം ഇൻക്രീസ് ചെയ്യും.
അങ്ങനെ സ്ക്രീൻ വീക്ക് ആകുന്ന സമയത്ത് ഡിസ്പ്ലേ കൺസ്യൂം ചെയ്യുന്ന ബാറ്ററി കൺസപ്ഷൻ കൂടും, അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിൽ മാത്രം ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാം. ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഓഫ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്ററിലേക്ക് ആ നോട്ടിഫിക്കേഷൻസ് അസൈൻ ചെയ്യുക. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കുവെച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ എടുത്ത് ഈ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അല്ല ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ബാനറും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഫോൺ ഓൺ ആക്കിയിട്ട് നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുകളിൽ ബാനറായിട്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് ഷോ ചെയ്യുന്നതാണ്. നമ്മുടെ ഫോൺ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ചിലതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ തുടങ്ങി വെച്ചേക്കും. ആ രീതിയിൽ നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കിടക്കുന്ന നമ്മുടെ ബാറ്ററി ബാക്കപ്പും നമ്മുടെ സ്റ്റോറേജിനെയും അതുപോലെ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിനും ഒക്കെ സാരമായ രീതിയിൽ ബാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോൺ നോക്കിയിട്ട് ഈ രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ മസ്റ്റായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് വേണമെങ്കിൽ ആപ്പ് ലൈബ്രറി പോയിട്ട് നമുക്ക് ഓരോന്നും വേണമെങ്കിൽ നോക്കി ഡിലീറ്റ് ചെയ്യാം. പക്ഷേ അതിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് സെറ്റിംഗ്സിൽ നമുക്ക് ഫോൺ സ്റ്റോറേജിന്റെ സെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് അതിന്റെ സെറ്റിംഗ്സിൽ ഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യാം. അവിടെ തന്നെ ആ ഒരു സോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് ലാസ്റ്റ് യൂസ്ഡ് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ മുതൽ ഏറ്റവും ലാസ്റ്റ് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ വരെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബോട്ടം സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും ഷോ ചെയ്യുക. ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ ഓഫ്ലോഡ് ചെയ്തിടുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ ഫോൺ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സാധാരണ ഇതൊരു ഫോൺ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ നമുക്ക് ആദ്യം കിട്ടും. പക്ഷേ കുറച്ചൊന്ന് യൂസ് ചെയ്ത് 1 മാസം 2 മാസമോ കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി ഹെൽത്ത് ഒന്നും വലിയ ഡൗൺ ആയില്ലെങ്കിൽ നമുക്ക് ആ ഒരു പഴയ ബാറ്ററി ബാക്കപ്പ് ചിലപ്പോൾ കിട്ടുന്നില്ല, പെർഫോമൻസ് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റൺ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫോണിലെ കൺട്രോൾ സെൻറ്ററാണ്. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഈ കൺട്രോൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾ സെൻറ്റർ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക, അതിനുശേഷം താഴെ കാണുന്ന ആഡ് കൺട്രോളിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺട്രോൾസ് എല്ലാം ഇവിടെ വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, എയർപ്ലെയിൻ മോഡ് ഇങ്ങനത്തുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഏറ്റവും ടോപ്പിൽ അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മുടെ സൗണ്ടിൻ്റെത്, ബ്രൈറ്റ്നസിൻ്റെത് അവിടെ ഒരു ബാറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് മോഡ്, ഫോക്കസ് മോഡ്സ്, ടോർച്ച്, ചാറ്റ് GPT അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇത് കൊടുത്താൽ മതി. ഞാനിവിടെ കൺട്രോൾ സെൻറ്റർ ഒരു സിംഗിൾ പേജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാനും പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൺട്രോൾ സെൻറ്റർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് മോഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് മോഡ്സ് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, ഹോം സ്ക്രീൻ, അതുപോലെ ലോക്ക് സ്ക്രീന് ഇതൊക്കെ ഓരോ ഫോക്കസ് മോഡ്സിനും ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഫോക്കസിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പീപ്പിൾസ് നമ്മളെ കോൺടാക്ട് ചെയ്യണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോൾസ് എല്ലാവരിൽ നിന്നും കിട്ടണം, അല്ലെങ്കിൽ ഫേവറേറ്റ്സ് മാത്രം മതിയോ, അല്ലെങ്കിൽ കോൺടാക്ട് ഉള്ളവരിൽ നിന്ന് മാത്രം കോൾസ് കിട്ടിയാൽ മതി, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വേണം. ഇനി കസ്റ്റമൈസേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ ഫോക്കസ് മോഡും എനേബിൾ ആകുമ്പം ഏത് ലോക്ക് സ്ക്രീൻ വേണം, അതുപോലെ ഏത് ഹോം സ്ക്രീൻ വേണം, ഏത് വാച്ച് ഫേസ് വേണം, അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കിനും സ്മാർട്ട് ആക്ടിവേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇന്ന പർട്ടിക്കുലർ ടൈമിൽ ഇന്ന ഫോക്കസ് മോഡ് ഓൺ ആക്കണം, ആ രീതിയിൽ നമുക്ക് വേണം സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോക്കസ് മോഡ് വേണം, വർക്കിലേക്ക് വരുമ്പോഴത്തേനും വർക്കിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോക്കസ് മോഡ് എനേബിൾ ആക്കണം. ആ രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഇനി പുതിയൊരു ഫോക്കസ് മോഡാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ തന്നെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് പുതിയ ഫോക്കസ് മോഡ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നെയിം ചൂസ് ചെയ്യാൻ പറ്റും. ഐക്കണ് കളർ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് നമ്മളിപ്പം കണ്ട പോലെ തന്നെ ഫുള്ള് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനിയും ഒരുപാട് ഐഫോൺ സെറ്റിംഗ്സിനെ പറ്റി സംസാരിക്കാനുണ്ട്. ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ഞാൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ടിപ്സ് വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോസ് ആപ്ലിക്കേഷനെ പറ്റി, നോട്ട്സ് ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ ചെയ്ത വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക. അതെനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.